നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അർജുനെ, സിറിയയുമായി ബന്ധപ്പെട്ട് സിറിയയിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും വലിയ ചർച്ചകളുണ്ട്. അതായത് സിറിയയിലെ ന്യൂനപക്ഷമായിട്ടുള്ള ദ്രൂയിസ്, അതുപോലെ തന്നെ ബെഡോവൻസ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഭരണകൂടം, ഇപ്പം ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ജൊലാനിയുടെ ഭരണകൂടം, അവിടെ അവർക്ക് നേരെ നടത്തുന്ന കൊടും ഹത്യകൾ, അവർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ, ഈ പറയുന്നത് പോലെ ന്യൂനപക്ഷങ്ങളാണ് അവിടെ ഈ പറയുന്ന രണ്ട് കമ്മ്യൂണിറ്റീസ്. ആ രണ്ട് കമ്മ്യൂണിറ്റികളും ന്യൂനപക്ഷമായിരിക്കെ അവർക്കെതിരെ അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടം തന്നെ നടത്തുന്ന വലിയ ആക്രമണങ്ങൾ നടത്തുന്നത്. പക്ഷെ അതിനെതിരെ ആരും ശബ്ദിക്കുന്നില്ല. അതിനെതിരെ ഇന്ത്യയിൽ എന്തെങ്കിലും പ്രതിഷേധമുണ്ടോ? ഈ നമ്മുടെ പാലസ്തീൻ വിഷയത്തിലും അതുപോലെ തന്നെ ആമസോൺ കാർഡർ തീപിടിച്ചാലും ഒക്കെ പ്രതിഷേധിക്കാൻ പോകുന്ന ആളുകൾ ഈ ആക്രമണങ്ങൾക്കെതിരെ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സിറിയയിൽ സംഭവിക്കുന്നത്? സിറിയയിൽ നമുക്കറിയാം, അസാദ് ഭരണകൂടം ഉണ്ടായിരുന്നല്ലോ. അസാദ് ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ജൊലാനി എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ ഇസ്ലാമിസ്റ്റ് ഭരണകൂടം അധികാരത്തിലേക്ക് വന്നത്. ഈ ജൊലാനിയുടെ തലയ്ക്ക് FBI മുമ്പ് വിലയിട്ടിരുന്നായിരുന്നു. അതെന്തോ അദ്ദേഹം മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റുകളുടെ ലിസ്റ്റിൽ FBI ഉൾപ്പെടുത്തിയിരുന്നായിരുന്നു. പിന്നീട് FBI അത് ആ ഒരു ലിസ്റ്റിൽ നിന്നുകൊണ്ട് അത് വെട്ടിമാറ്റുകയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന്റെ തീവ്രവാദ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഇസ്ലാമിസ്റ്റ് ശൈലി ഇന്നും അദ്ദേഹം പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്കറിയാം, ഈ പറയുന്ന നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് അമേരിക്ക സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഖത്തർ ഒരു ഓഫർ ചെയ്തല്ലോ, ഒരു ഹെലികോപ്റ്ററൊക്കെ ഓഫർ ചെയ്തു. അദ്ദേഹം നമ്മൾ കാണുന്നു, അദ്ദേഹത്തെ ഒരു റൈറ്റ് വിംഗ് ലീഡറായിട്ടാണ് കാണുന്നത്, ഡൊണാൾഡ് ട്രംപിനെ. പക്ഷേ അദ്ദേഹം ഇതേ ജൊലാനിക്ക് കൈകൊടുത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തീവ്രവാദികൾക്കൊപ്പം ഇതൊക്കെ ഇത്രമാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതൊക്കെ സൂചിപ്പിക്കുന്നത്. ഇദ്ദേഹം ഒരു റൈറ്റ് വിംഗ് ലീഡറാണ്, തീവ്രവാദത്തിനെതിരെ അഘോരാത്രം പ്രയത്നിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് മുന്നിൽ കൈകൊടുത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ഇതേ വ്യക്തി തന്നെ അദ്ദേഹത്തിന്റെ ഇസ്ലാമിസ്റ്റ് സ്റ്റൈലിലുള്ള ആക്രമണം അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെയും ദ്രൂസ് അതോടൊപ്പം തന്നെ ബെഡോവിൻസിനെതിരെയും വ്യാപകമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതൊരു വലിയൊരു വംശഹത്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇസ്രയേൽ അവിടുത്തെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആക്രമിക്കുന്നത്. ഈ പറയുന്ന തീവ്രവാദ ഭരണകൂടത്തിൽ നിന്നുകൊണ്ടും ഈ പറയുന്ന തീവ്രവാദ ശക്തികളിൽ നിന്നുകൊണ്ടും പിന്തുണ അല്ലെങ്കിൽ അവരിൽ നിന്നുകൊണ്ടും ഈ പറയുന്ന ന്യൂനപക്ഷ കമ്മ്യൂണിറ്റികളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഒരു സംരക്ഷണ കവചം ഒരുക്കാൻ എന്നുള്ള രീതിയിലാണ് ഇസ്രായേൽ വ്യാപകമായിട്ട് ഈ പറയുന്ന സിറിയൻ പ്രൊവിൻസുകൾ ആക്രമിക്കുന്നത്. നമുക്കറിയാം, മുമ്പ് ഇതേ പ്രക്രിയ തന്നെ സിറിയ നടത്തിയത് ഇറാനിലായിരുന്നു. ഇറാനിലെ മതഭീകരത ഭരണകൂടത്തെ താഴെയിറക്കും എന്നുള്ളതായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഹിസ്ബുള്ളക്കെതിരെയും വ്യാപകമായിട്ട് നടത്തിയിരുന്നു. അവിടുത്തെ മതതീവ്രവാദ ശക്തികളെ തുടച്ചു നീക്കണം എന്നുള്ളതായിരുന്നു, ലെബനോണിലെ മതതീവ്രവാദ ശക്തികളെ തുടച്ചു നീക്കണം എന്നുള്ളതായിരുന്നു ഇസ്രായേലിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു പൊതു നയം എന്നുള്ളത് മിഡിൽ ഈസ്റ്റിലെ സകല തീവ്രവാദ സംഘടനകൾക്കെതിരെയും അഘോരാത്രം പ്രയത്നിക്കുന്ന ഒരു നടപടിയാണ് ഇന്ന് ഇസ്രായേൽ കൈക്കൊള്ളുന്നത്. പക്ഷേ എന്നിട്ടും ഈ പറയുന്ന ഇസ്രായേലിനെ ഒരു തെമ്മാടി രാഷ്ട്രമായിട്ടും ഒരു ഭീകരവാദ രാഷ്ട്രമായിട്ടും ഒക്കെ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ചിത്രീകരിക്കുന്നത് തോന്നുമ്പോൾ ലജ്ജ തോന്നുകയാണ്. ഇന്ന് ഈ സിറിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വംശഗതിക്കെതിരെ യാതൊരു പ്രതികരണവുമില്ല, യാതൊരു തരത്തിലുള്ള ഹാഷ്ടാഗുകളുമില്ല. ഈ പറയുന്ന ബെഡോവിൻസിനെയോ അവിടുത്തെ ക്രിസ്ത്യൻസിനെയോ അവിടുത്തെ ദ്രൂസിനെയോ സംരക്ഷിക്കണമെന്ന് ആരും അലമുറയിട്ട് കരയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. ഇത് സിറിയയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, സ്ഥിതിഗതികൾ മറ്റു പല രാഷ്ട്രങ്ങളിലും ഇതേക്കാൾ കഷ്ടമാണ്. നൈജീരിയയിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതി, സുഡാനിൽ പരിശോധിച്ച് നോക്കിയാൽ മതി, സൊമാലിയയിൽ പരിശോധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ എതിരെ ഈ പറയുന്ന മതഭീകര ഭരണകൂടത്തിനൊക്കെ നേരെ വ്യാപകമായിട്ടുള്ള ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ ഒരു ചെറുത്തുനിൽപ്പ് നടത്താൻ കഴിയുന്ന ഏക ശക്തിയായിട്ട് ഇസ്രായേൽ മാറിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഈ ചൈനയിൽ ഉയ്ഗൂർ മുസ്ലിങ്ങൾക്കെതിരെ ചൈന നടത്തുന്ന അതിക്രമങ്ങൾ, എത്രയോ ക്രൂരമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതിനെതിരെയും ആരും ശബ്ദിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇപ്പോൾ അർജുൻ അവസാനിപ്പിച്ചെടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് ഈ പല സ്ഥലത്തും ഇസ്ലാമിക തീവ്രവാദം നടത്തുന്ന സ്ഥലത്ത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ തന്നെ അവർ ചുട്ടരിക്കുന്ന സമയത്ത് ഒരു രാജ്യത്ത് കയറി അതിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത് അവിടെ തന്നെ പിടിച്ചടക്കി വലിയ ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ ഒരു തീവ്രവാദ ഭരണകൂടം സ്ഥാപിക്കും. അപ്പോൾ അഫ്ഗാനിൽ നമ്മൾ കണ്ടു താലിബാന്റെ ഭരണകൂടം. എല്ലായിടത്തും ഇവരുടെ പേരുകൾ മാറുന്നു എന്നത് മാത്രമാണ് ഇവരുടെ ആശയപരമായ കാര്യം ഒന്നായി മാറുകയാണ്. അത് ഇസ്ലാം മതത്തെക്കുറിച്ചല്ല, ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്ഥലങ്ങളിൽ ഏത് ഇസ്ലാമിസ്റ്റ് ആക്രമണങ്ങൾ നടക്കുന്ന സ്ഥലത്തെക്കുറിച്ചും ഒരു തരത്തിലും നമ്മുടെ ഇവിടെ ഹാഷ്ടാഗുകൾ വീഴില്ല, നമ്മുടെ ഇവിടെ ചർച്ചകൾ വരില്ല, നമ്മുടെ ഇവിടെ ഈ മെഴുകുതിരി ചർച്ചകൾ ഉണ്ടാവില്ല. നേരെ തിരിച്ച് ഇതിലൊന്നുമില്ലാത്ത ഈ കൃത്യമായ കാരണങ്ങളുണ്ട് ഇസ്രായേലും ഈ പാലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ. അവിടെ തന്നെ പാലസ്തീനിൻ്റെ രണ്ട് ഭാഗങ്ങൾ,
ഒന്ന് പാലസ്തീനിൽ ഒരു സർക്കാരുണ്ട്, പാലസ്തീൻ സർക്കാരിനെ വരെ മുൾമുനയിൽ നിർത്തിയിട്ടാണ് അവിടെ ഈ പറയുന്ന ഹമാസ് കയറി പിന്നെ അവിടെ ആ പ്രവിശ്യ പിടിച്ചടക്കുന്നത്. ഈ ഹമാസ് ഒരു കൃത്യമായ പ്രവിശ്യ ഉണ്ടാക്കുകയും അവിടെ അവരുടെ ഭരണകൂടം പോലെ നടക്കുകയും എന്നിട്ടാണ് ഗസയ്ക്കകത്ത് അവർ നടത്തുന്ന തോന്നിവാസങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നത് പോലും ഇവിടെ വലിയ ചർച്ചാ വിഷയമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആഗോള ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കാൻ കെൽപ്പില്ല, അല്ലെങ്കിൽ അങ്ങനെ എതിർത്ത് കഴിഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ടായിരിക്കുമോ എതിർപ്പ് വരാത്തത്? അങ്ങനെ ഈ പറയുന്ന തീവ്രവാദ ശക്തികളെ എതിർക്കാനായിട്ട് ഭാരതത്തിൽ വളരെ ബുദ്ധിമുട്ടാണല്ലോ. നമുക്കറിയാമല്ലോ, ആരും കാശ്മീരി പണ്ഡിറ്റുകൾക്ക് വേണ്ടി അലമുറയിട്ട് കരയുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് ബംഗ്ലാദേശിലെ ഹൈന്ദവർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും കരയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് ബംഗ്ലാദേശ് വേണ്ട ആവശ്യമില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്കാണല്ലോ ബംഗാളിൽ ഒരു രൂക്ഷമായിട്ടുള്ള കലാപം അരങ്ങേറിയത്, നാഗ്പൂരിൽ അരങ്ങേറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ തരത്തിലുള്ള കലാപങ്ങൾക്കെതിരെ ഒന്നും ശബ്ദിക്കാൻ പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഈ പറയുന്ന നമ്മുടെ സമൂഹം തീവ്രവാദത്തിന് അനുകൂലമായിട്ടൊരു നിലപാടെടുക്കുന്നവരിൽ വൻതോതിലുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്നുള്ളത്. കാരണം തീവ്രവാദത്തെ ഒരു തരത്തിലോ മറ്റൊരു തരത്തിലോ പിന്തുണയ്ക്കുന്ന ഒരു നല്ലൊരു വിഭാഗം നമ്മുടെ നാട്ടിലും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഹമാസിനെയൊക്കെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സമര പോരാളികളായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന യഹിയ സിൻവറെ കൊണ്ട് റാലി ഉദ്ഘാടനം ചെയ്യിക്കുന്നത്, ഈ പറയുന്ന എയർപോർട്ടുകളിൽ പോലും ഈ പറയുന്ന പല തീവ്രവാദപരമായിട്ടുള്ള നേതാക്കന്മാരുടെ പ്ലക്കാർഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാർച്ച് നടത്തുന്നതും എല്ലാം കണ്ടുവരുന്നത് ഈ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇവരെല്ലാം അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ച. ഈ പറയുന്ന കൊമേനിയെ പോലും, ഈ പറയുന്ന മതഭീകരത ഭരണകൂടത്തിൻ്റെ നേതൃത്വം നൽകുന്ന കൊമേനിക്ക് വേണ്ടി പോലും ആ നാട്ടിലെ ഇറാനിലെ ജനങ്ങൾ പോലും തള്ളിക്കളഞ്ഞിട്ട് പോലും ആ വ്യക്തിക്ക് പോലും വേണ്ടിയിട്ട് ലക്നൌവിലും നാഗ്പൂരിലും ഒക്കെ ഫ്ലെക്സും ബാനറും ഉയരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ജലാനിയുടെ ഭാഗത്തു നിന്നുകൊണ്ട്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ലോകത്തെല്ലായിടത്തും ഇതേ പ്രക്രിയ തന്നെയാണ് ന്യൂനപക്ഷങ്ങൾ അപകടപ്പെടുന്നത്. ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല, ന്യൂനപക്ഷങ്ങൾ നാട് വിട്ട് ഓടേണ്ടി വരുന്ന ഒരവസ്ഥ രൂപപ്പെടും എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സിറിയ. ഇപ്പോൾ യുദ്ധത്തിനെതിരായിക്കൊണ്ട് ഇസ്രായേലിൽ ഒരിക്കൽ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രതിഷേധം നടന്നു. ആ പ്രതിഷേധത്തെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ, മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധം നേരിടുന്നു, അവിടുത്തെ രാജ്യത്ത് അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നു എന്നാണ്. പക്ഷെ അതൊന്നും ആയിരുന്നില്ല സത്യം. നേരെ മറിച്ച് പാലസ്തീനിൽ ഈ ഹമാസിനെതിരെ വലിയ പ്രകടനം നടന്നു, വലിയ പ്രതിഷേധം, ജനങ്ങളാണ് ഇറങ്ങിയത്. ഒരു രാഷ്ട്രീയ ലേബലും ഉണ്ടായിരുന്നില്ല, അവർ തുനിഞ്ഞിറങ്ങുകയായിരുന്നു. ഇതേപോലെ തന്നെ എവിടെ സംഭവിച്ചു? ഇറാനിൽ സംഭവിച്ചു. ഖമൈനിക്കെതിരെ ആളുകൾ രംഗത്തിറങ്ങുകയും വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ആ ഭരണകൂടം വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. അവിടെ ഈ ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്നു. അതെ അതെ, ആ വ്യക്തി കൊല്ലപ്പെട്ടു. പക്ഷേ അതേ ഗവൺമെന്റിനെതിരെ ആരെങ്കിലും ശബ്ദിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഗവൺമെന്റ്, അവിടുത്തെ ജനങ്ങൾ ഇറങ്ങി ശബ്ദിക്കുന്ന ആ ഗവൺമെന്റിനെതിരെ ഇവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയാണ്. ആ മതഭീകരത ഗവൺമെന്റിനെ നമ്മൾ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഏകപക്ഷീയമായിട്ടും അവർ തന്നെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് തന്നെ ഒരു വലിയ തെളിവല്ലേ നമ്മൾ എത്രമാത്രം ഈ ഒരു വലിയ ഒരു ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അടിമപ്പെട്ടു എന്നുള്ളതിന്റെ വലിയൊരു തെളിവാണല്ലോ ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. നാളെ ഒരുപക്ഷെ ഇതേ അവസ്ഥ കേരളത്തിനും വന്നേക്കാം എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് ബോധ്യപ്പെടുന്നത്. കാശ്മീരിന് സമാനമായിട്ട് ഒരു അവസ്ഥ കേരളത്തിലും വന്നേക്കാം എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് ബോധ്യപ്പെടും. അല്ല, നിലപാടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും നിലപാട് വേണ്ടേ? പാലസ്തീനോ നിലപാട് അവിടെയുള്ള ജനങ്ങൾ ആക്രമിക്കപ്പെടുന്നത് എന്നതുകൊണ്ടുള്ള പ്രശ്നമാണെങ്കിൽ ചൈനയിൽ ഉയ്ഗൂർ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നതിനെതിരെയും ഈ പറഞ്ഞ പോലെ സിറിയയിലെ ആളുകൾ പിന്നെ മരണപ്പെടുന്നതിനെതിരെയും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നതിനെതിരെയും ഒക്കെ ഇവിടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവണ്ടേ? അല്ല, പാകിസ്ഥാനിൽ ഷിയ പള്ളികളിൽ സുന്നികൾ ബോംബ് വെക്കുമ്പോഴും തിരിച്ചു ബോംബ് വെക്കുമ്പോഴും ഇതേ തരത്തിലുള്ള ഹാഷ്ടാഗുകൾ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? ഇപ്പോൾ ഇസ്രായേൽ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്ക ആയിക്കൊള്ളട്ടെ, അങ്ങനെ ചില യൂറോപ്യൻ രാജ്യങ്ങളായിക്കൊള്ളട്ടെ, എങ്കിൽ മാത്രമാണ് ഈ തരുന്ന പ്രത്യേക ഹാഷ്ടാഗുകളും ഈ പറയുന്ന റാലികളും ഈ പറയുന്ന പ്രക്രിയകളെല്ലാം കാണാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്തിനാണ്? നമ്മൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രതികരണം എന്ന് പറയുന്നത് സെലക്റ്റീവാണ്. നമ്മൾ ഭീകരവാദത്തോട് സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്നുള്ളത് അതൊട്ടും പര്യാപ്തമല്ല. ഭീകരവാദത്തിന് കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് നാം സ്വീകരിക്കുന്നത്. അത് കേരളത്തിൽ തന്നെ ഒരു കാശ്മീരിൻ്റെ രൂപത്തിലേക്കൊക്കെ വരും കാലങ്ങളിൽ എത്തിക്കുമെന്നുള്ളത് തീർച്ചയാണ്.